ഐ ആം ബാക്ക് ബേബേ. 2 ദിവസമായിട്ട് ഊണും ഉറക്കമില്ലാതെ എൻ്റെ KP മോനും ഹുബേഷ് മോനും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലൊക്കെ ഹാക്കായി പോയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു റഷ്യയിൽ നിന്നാണോ ചെന്നൈയിൽ നിന്നാണോ അറിയത്തില്ല, ചെന്നൈയിൽ നിന്നും റഷ്യയിൽ നിന്നും നമ്മുടെ ചാനലിനകത്തേക്ക് കുറേ ആൾ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഒരു ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ പോയി, നമ്മുടെ ചാനൽ നമ്മളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് നമ്മൾ 100% ഉറച്ച് വിശ്വസിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും സത്യം പറഞ്ഞാൽ റിക്കവർ ആയില്ലെങ്കിൽ പുതിയ ചാനൽ തുടങ്ങാം എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ നിന്നത്. ഞാൻ പുതിയ ചാനൽ തുടങ്ങാം എന്നുള്ള മൈൻഡ് നിന്നപ്പം KP ആണ് കൂടുതൽ കഷ്ടപ്പെട്ടത്. അങ്ങനെ ഒടുവിൽ KPയുടെ കഷ്ടപ്പാടിനൊടുവിൽ KP തന്നെ ഒരു 2 ദിവസം കംപ്ലീറ്റ് എടുത്ത് നമ്മുടെ ചാനലിൽ റിക്കവർ ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം എനിക്കും തീരെ വയ്യ, തടിയൊക്കെ വീണ്ടും കൂടി. എത്ര പെട്ടെന്നാണ് സെറ്റാക്കിയ കൂടി തടിയായി വരുന്നത്. അപ്പം ഇനി പതിയെ ഓരോന്നായിട്ട് ബിൽഡ് ചെയ്യണം. പിന്നെ ഇനി ഇതെപ്പോഴാണ് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കപ്പ് ചാനൽ കൂടി സെറ്റാക്കി എടുക്കണം. ഇനി ക്രിക്കറ്റ് ചാനലും ഞാൻ മഹാഭാരതം നിർത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. BNS 192 കലാപാഹ്വാനം എന്ന് പറഞ്ഞ് അത്യാവശ്യം ഒരു FIR ഇട്ടിട്ട് ഞാനിപ്പോൾ DSP ഓഫീസിൽ പോയി മൊഴിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഒരു SI ചേട്ടന് എന്നോടുള്ള കലിപ്പാണ് കാരണം. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അപ്പം മറ്റു കാര്യങ്ങൾ പറയുന്നില്ല. നമ്മുടെ ചാനൽ നമ്മൾ ഞാൻ കഷ്ടപ്പെട്ടില്ല. KP 2 ദിവസം ഊണും ഉറക്കവും ഒഴിച്ചു നിർത്തി പണിയെടുത്ത് നമ്മുടെ ചാനൽ ഹാക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വെറുതെ ഇരുന്ന് നമ്മളെ എന്തിനാണ് അവർ ദ്രോഹിച്ചതെന്നറിയില്ല. ടാർഗറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് നീല തിരിച്ചു തരാൻ തോന്നി. പിന്നെ KP ഗൂഗിളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് സാധനം തിരിച്ചെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ പറ്റിയാൽ ഇന്ന് തൊട്ട് ബാക്ക് ഓൺ ട്രാക്ക് ആയിരിക്കും. വി ആർ ബാക്ക് ബേബ്സ്.